നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കോഴിഫാമിന് സുരക്ഷയൊരുക്കാൻ സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം സ്വദേശിനി പാറുക്കുട്ടിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മൃതദേഹം കണ്ടെത്തിയത്. കോഴിഫാമിന് സുരക്ഷയൊരുക്കുവാൻ അനധികൃതമായി സ്ഥാപിച്ച വൈദ്യുതിയിൽ നിന്നും ഷോക്കേറ്റാണ് ഒറ്റപ്പാലം പനമണ്ണ അമ്പലവട്ടം പാലക്കാത്തൊടിയിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ പാറുക്കുട്ടിയമ്മ മരിച്ചത്. 60 വയസ്സാണ്. ക്ഷീരകർഷകയായ പാറുക്കുട്ടി സൊസൈറ്റിയിൽ പാൽ നൽകി തിരികെ വരുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. തിങ്കളാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. രാവിലെ പാൽ കൊടുക്കാൻ പോയ പാറുക്കുട്ടി നേരമേറെ വൈകിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല. ചില ദിവസങ്ങളിൽ ഇതുപോലെ വഴുകാറുള്ളതിനാൽ വീട്ടുകാർ അന്വേഷിച്ചു പോയതുമില്ല. രാത്രിയായിട്ടും പാറുക്കുട്ടി വീട്ടിൽ തിരിച്ചെത്താതായതോടെയാണ് ബന്ധുക്കൾ അന്വേഷിച്ചിറങ്ങിയത്. അയൽവാസിയുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലാണ് വീടിന് ഏകദേശം 100 മീറ്റർ അപ്പുറത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ കോഴിഫാമിൽ പാറുക്കുട്ടിയെ ഷോക്കേറ്റ് കിടക്കുന്ന നിലയിൽ കണ്ടത്. സമീപത്ത് പശുവിനു വേണ്ടി ശേഖരിച്ച പുല്ലും പാൽപാത്രവും ചിതറിക്കിടക്കുന്നുണ്ട്. ബോധരഹിതയായി കിടന്നിരുന്ന പാറുക്കുട്ടിയുടെ സമീപത്തേക്ക് ഓടിയെടുക്കാൻ ശ്രമിച്ച ഭർത്താവ് ഉണ്ണികൃഷ്ണന്റെ കൈയിലും ഷോക്കേറ്റു. ഇതോടെയാണ് പാറുക്കുട്ടിക്ക് ഷോക്കേറ്റ വിവരം തിരിച്ചറിയുന്നത്. പുല്ലും കെട്ട് കണ്ടതിൻ്റെ ശേഷമാണ് ഈ 2 കൈ ഇങ്ങനെ കാണുന്നത്. അപ്പോഴേക്ക് ആളവിടെ ഉണ്ടെന്ന് മനസ്സിലായി. പുല്ലിൻ്റെ പകുതി മൂടിയിട്ട് കൈ മാത്രം ഇങ്ങനെ മടക്കി. അപ്പോൾ ഞാൻ ജീവൻ ഉണ്ടെങ്കിലോ ചിലപ്പോൾ എന്തെങ്കിലും ഇതാണ്. അപ്പോൾ ഈ പുല്ലും കെട്ടാൽ പുല്ല് നല്ല വെയിറ്റ് തന്നെ. അങ്ങനത്തെ ഒരു ചുമ അവൾ ഒറ്റയ്ക്ക് എടുത്തിട്ട് വരും, ആരും പിടിക്കൊന്നും വേണ്ട. അപ്പം ഞാൻ ഈ പുല്ല് ഈ കൈ കൊണ്ടൊന്ന് മാറ്റിയാക്കുമ്പോഴാണ് എൻ്റെ ഈ കൈ നല്ല തരിപ്പുണ്ടായി. അപ്പോൾ ഇത്ര ലെവലില്ല തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ടോർച്ച് കൊണ്ട് അടിച്ചു നോക്കുമ്പോൾ ചെറിയൊരു കമ്പി പൊട്ടിയതിൻ്റെ ഇവളെ വയറിൻ്റെ അടിയിലാണ്. അപ്പോഴേക്ക് സംഭവം മനസ്സിലായി. ഇവർ കറണ്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെ ആവണം എന്ന് കണക്കാക്കിയിട്ട് അപ്പോഴേക്ക് ഈ പിള്ളേരൊക്കെ ഓടി വന്നു. അപ്പോൾ ആർക്കും അങ്ങോട്ട് കടക്കാൻ പേടിയാണ്. അപ്പോൾ അതിലത്തെ ഒരുത്തം നല്ല കടന്ന് കമ്പിയുടെ മേലെ ചാടി പോയിട്ട് അപ്പോൾ ഇയാൾ നല്ലോണം ഉറക്കാം ചിന്തിക്കാൻ അവനെ വിളിച്ചു കൊടുന്ന് മൊത്തം ഓഹി വെച്ചു. അപ്പോൾ അവനോട് ഹിന്ദിയിൽ അവൻ ചോദിച്ചു, ഇതെന്താ ഈ ഓഫാക്കിയിട്ടില്ലേ ചോദിച്ചു. അയ്യോ ഞാൻ ഉറങ്ങിപ്പോയി, തൂങ്ങിയിട്ട് ഇവിടെ തമിഴിലല്ലേ അവന്തിക്കാരനാണ്, നല്ല തൂങ്ങിയിട്ട് തെറ്റുപറ്റി പോയി. ഈ വാക്കാണ് അവൻ പോലീസുകാരോടും പറഞ്ഞു. ഉടനെ ഓടിക്കൂടിയ നാട്ടുകാരെല്ലാം ചേർന്ന് ഫാമിലെ ജീവനക്കാരെ വിളിച്ചു നിർത്തി വൈദ്യുതി ലൈൻ ഓഫാക്കുകയായിരുന്നു. അപ്പോഴേക്കും പാറുക്കുട്ടി മരിച്ചിരുന്നു. സംഭവത്തിൽ ഫാം ഉടമയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. KCB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. വീട്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടർ കത്തിച്ച നിലയിൽ കണ്ടെത്തി. ചങ്ങരംകുളം കക്കിടിപ്പുറം വടക്കേപുരയ്ക്കൽ രാമചന്ദ്രന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കാണ് തീ വെച്ച് നശിപ്പിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ചങ്ങരംകുളം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാത്രമല്ല വീടിൻ്റെ മുകളിലേക്കൊക്കെ പടർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു തീ. ഉമ്മറത്തുള്ള കുട്ടിയുടെ ബാഗും പുസ്തകവും അങ്ങനത്തെ ഒക്കെ കത്തിപ്പോയി. പിന്നെ അപ്പോൾ തന്നെ ഏട്ടാ ആരെയും വിളിക്കുക പറയുന്നുണ്ട്. നമുക്ക് ആ നേരത്തെ ആരെയും വിളിക്കാനും പറ്റുന്നില്ല. നേരെ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവർ അപ്പോൾ തന്നെ വന്നു 2 ആൾ. എന്നിട്ട് ഇതൊക്കെ എടുത്ത് നോക്കിപ്പോയി. അയൽവാസികളോടൊക്കെ ചോദിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് പോയി. എന്നിട്ട് പിന്നെ ഞങ്ങളവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് മൊഴി എടുത്തു. ഗുരുവായൂർ മുൻ മേൽശാന്തി ശ്രീനാഥ് നമ്പൂതിരിക്ക് കൂച്ചനാട് എളവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. താലപ്പൊലിയുടെ അകമ്പടിയോടെയായിരുന്നു സ്വീകരണം. ഗുരുവായൂർ മുൻ മേൽശാന്തി ശ്രീനാഥ് എമ്പ്രാന്തിരിക്കാണ് കൂച്ചനാട് എളവാതുക്കൽ ബോധിക്ഷേത്രത്തിൽ സ്വീകരണം ഒരുക്കിയത്. ക്ഷേത്ര പരിപാലന സമിതിയുടെയും മാതൃസമിതിയുടെയും അയ്യപ്പൻവിളക്ക് കമ്മിറ്റിയുടെയും പുരാഘോഷ കമ്മിറ്റിയുടെയും നാട്ടുകാരുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. താലപ്പൊലിയുടെ അകമ്പടിയോടെ ശ്രീനാഥ് നമ്പൂതിരിയെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. ക്ഷേത്ര തന്ത്രി പൊട്ടക്കുഴി നാരായണ നമ്പൂതിരി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. സംസ്ഥാന ഇന്റർപോളി കലോത്സവത്തിന് നാളെ കുന്നംകുളത്ത് അരങ്ങുണരും. ജൂൺ 19 മുതൽ 21 വരെ കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് സംസ്ഥാന ഇന്റർപോളി കലോത്സവം നടക്കുന്നത്. 108 പോളിടെക്നിക്കുകളിൽ നിന്നായി 2500 മത്സരാർത്ഥികളും അതിനു പുറമെ അധ്യാപകരും രക്ഷിതാക്കളും മറ്റു വിദ്യാർത്ഥികളുമായി ഏകദേശം 5000-ഓളം ആളുകൾ കലോത്സവത്തിൽ പങ്കെടുക്കും. സ്റ്റേജ് മത്സരങ്ങൾ 5 വേദികളിലായാണ് നടക്കുക. പൊരുതുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റഫ എന്ന പേരാണ് കലോത്സവത്തിന് നൽകിയിരിക്കുന്നത്. കലോത്സവ വേദികളുടെയും പേരുകൾ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വേദി 1 ഗാസ, വേദി 2 ജെറുസലേം, വേദി 3 വെസ്റ്റ് ബാങ്ക്, വേദി 4 നുസൈറാത്ത്, വേദി 5 റാമല്ല എന്നിങ്ങനെയാണ് പേരുകൾ.
കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തുന്നവർക്ക് പോളിടെക്നിക്കിലും പുതുശ്ശേരി ചൊവ്വന്നൂർ കമ്മ്യൂണിറ്റി ഹാളിലും കുന്നംകുളം ടൗൺ ഹാളിലുമായിട്ടാണ് താമസമൊരുക്കിയിരിക്കുന്നത്. 19 ഉച്ചയ്ക്ക് 2 മണിക്ക് ഉദ്ഘാടന സമ്മേളനം നടക്കും. സിനിമാ പ്രമോഷന്റെ ഭാഗമായി സിനിമാ താരം അനാർക്കലി മരക്കാർ നാളെ കലോത്സവ വേദിയിൽ എത്തുമെന്നും സംഘാടക സമിതി അറിയിച്ചു. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ രായമംഗലത്ത് കൊരക്കുഴി തോട്ടിൽ വ്യാപകമായ തോതിൽ അറവ് മാലിന്യങ്ങൾ തള്ളിയ നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലാണ് സാമൂഹ്യവിരുദ്ധർ വ്യാപകമായ തോതിൽ മാലിന്യം തള്ളിയത് എന്നാണ് സൂചന. പരിസരവാസികൾ ഗാർഹിക ആവശ്യങ്ങൾക്കായി കൂടി ആശ്രയിക്കുന്ന തോടാണ് മാലിന്യങ്ങൾ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിച്ച് ഉപയോഗിക്കാൻ സാധിക്കാത്ത വിധം മലിനമായിരിക്കുന്നത്. ഗുരുതര പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനിടവരും വിധത്തിലാണ് പ്രദേശത്തെ മാലിന്യം തള്ളൽ. മുൻവർഷങ്ങളിലും സമാന രീതിയിൽ തോട്ടിൽ അറവ് മാലിന്യം തള്ളിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ജനദ്രോഹപരമായ ഇത്തരം നടപടികൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കാനും അറവുശാല നടത്തിപ്പുകാരുടെ അടിയന്തര യോഗം ചേരാനും പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തീരുമാനമായി. സ്ഥലം വാർഡ് മെമ്പർ KP വിപിലേഷ്, PHC ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ്, പഞ്ചായത്ത് HI സുജിത്, ഹരിത കേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ നീരജ രാമദാസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. CCTV ന്യൂസ് തൃത്താല. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പുഴയിൽ മുങ്ങിത്താന്ന ഉമ്മയ്ക്കും മകനും രക്ഷകനായി കൂടല്ലൂർ കൂട്ടക്കാവ് സ്വദേശി മുബാറക് പുളിക്കൽ. പെരുന്നാൾ ദിനത്തിൽ പുഴ കാണാനെത്തിയതായിരുന്നു കൂടല്ലൂർ ജാറം പരിസരത്തുള്ള അമ്മയും 7 വയസ്സുകാരൻ മകൻ. നിർമ്മാണം പുരോഗമിക്കുന്ന കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ താഴ്ഭാഗത്ത് പുഴയിലിറങ്ങി കുളിക്കുന്നതിനിടെ കാൽവഴുതി കുട്ടി പുഴയിലെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കുട്ടിയെ രക്ഷിക്കാൻ ഉമ്മയും പുഴയിലേക്ക് ചാടിയെങ്കിലും നീന്തൽ വശമില്ലാത്ത 2 പേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കുട്ടിയെ രക്ഷിക്കാനിറങ്ങിയ മാതാവിനെ നീന്തൽ അറിയുമെന്നാണ് കരയിൽ നിൽക്കുകയായിരുന്ന മുബാറക് ആദ്യം കരുതിയത്. എന്നാൽ നീന്തൽ അറിയാതെ 2 പേരും വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് കണ്ട മുബാറക് ഉടൻ തന്നെ പുഴയിലേക്ക് എടുത്തുചാടി. ആദ്യം കുട്ടിയെയും പിന്നീട് ഉമ്മയെയും വെള്ളത്തിൽ നിന്നും പിടിച്ചുകയറ്റി രക്ഷപ്പെടുത്തുകയായിരുന്നു. കുടുംബസമേതം പുഴ കാണാനെത്തിയതായിരുന്നു മുബാറക്. പെരുന്നാൾ ദിനം ഒരു ദുരന്ത ദിനം ആകാതെ ധീരമായി പുഴയിൽ മുങ്ങിത്താണ ഉമ്മയെയും മകനെയും രക്ഷപ്പെടുത്തിയ മുബാറക്കിനെ തേടി നാടിന്റെ അഭിനന്ദന പ്രവാഹമാണിപ്പോൾ. കൂറ്റനാട്ടെ MR മെറ്റൽസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് മുബാറക്. നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അതിലൊരു കുറച്ച് ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് അവിടെ കളിക്കുന്നുണ്ട്. അതിലൊരു കുട്ടി പെട്ടെന്ന് വന്നിട്ട് വെള്ളത്തിൽ ചാടുന്നതായി ഞാൻ കണ്ട്. ചാടിയപ്പോൾ കുട്ടി ആദ്യം കരക്കെന്ന് കുറച്ച് നേരം കളിച്ചു. പിന്നെ കുട്ടി പതുക്കെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകുന്നതായിട്ടാണ് കണ്ടത്. പിന്നെ കുട്ടി ഒഴുക്കിപ്പെട്ടു. അപ്പോൾ കുട്ടി ഒഴുകി പോകുമ്പോൾ ഉമ്മ എടുത്ത് ചാടി. ഉമ്മ ചാടിയപ്പോൾ ഉമ്മാക്കും നിലം കിട്ടുന്നില്ല. ഉമ്മ കിടന്ന് മുങ്ങിപ്പൊന്തുന്നതായി കണ്ടു. അപ്പോൾ ഞാൻ വേഗം പോയി അവരെ 2 പേരെയും രക്ഷിക്കാനുണ്ടായത്. CCTV ന്യൂസ് തൃത്താല. ഓങ്ങല്ലൂർ വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. മുഹമ്മദ് മുസിൻ MLA വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു. വാടാനംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും വിവിധ പരീക്ഷകളിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയവരെയും അനുമോദിക്കാനായി വിജയോത്സവം സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം വിവിധ വർഷങ്ങളിലെ SSLC ബാച്ചുകാർ സമാഹരിച്ച തുക കൊണ്ട് സ്ഥാപിക്കുന്ന നിരീക്ഷണ ക്യാമറയുടെ ഉദ്ഘാടനവും നടന്നു. മുഹമ്മദ് മോസിൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നേട്ടങ്ങൾ കൊയ്യാനുള്ള പ്രവർത്തനങ്ങളുമായി പോകുന്നു. ഇവിടെ പുതിയ കെട്ടിടം നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം LP സ്കൂളിലും ഹൈസ്കൂളിലും കെട്ടിടങ്ങൾ വന്നു. ഇനിയും കെട്ടിടം ഈ വർഷം കുറച്ച് കെട്ടിടങ്ങളുടെ കൂടി നിർമ്മാണം നടക്കും എന്ന കാര്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വലിയ മാറ്റം നമ്മുടെ വിദ്യാലയത്തിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അക്കാദമിക മേഖലയോടുകൂടി അതിന് നേട്ടം ഉണ്ടാക്കാൻ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും കൂട്ടായിട്ട് പരിശ്രമിക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് പണമല്ല,
അല്ലെങ്കിൽ വീടോ സ്ഥലമോ ഒന്നുമല്ല. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്, എഡ്യൂക്കേഷനാണ്. ഏത് പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ടായാലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കരുത്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ നമുക്ക് നൽകുന്നത്. ഇവിടെ A+ കിട്ടിയ ആളുകളുണ്ട്, A+ കിട്ടാത്തവരുണ്ടാകണം. ഇവിടെ അനുമോദനം ഏറ്റുവാങ്ങുന്ന മുഴുവൻ ആളുകളെയും ഞാൻ അഭിനന്ദിക്കുന്നു. പോങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് അധ്യക്ഷനായിരുന്നു. സ്ഥിരസമിതി അധ്യക്ഷ പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗം K അശോകൻ, പ്രധാനാധ്യാപിക K ഗീത, പ്രിൻസിപ്പൽ ബീന, ബാലൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചാലിശ്ശേരി അങ്ങാടി ഗ്രാമീണ വായനശാല 42ാമത് വാർഷികവും പൊതുയോഗവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. അനുമോദന സദസ്സ് ചാലിശ്ശേരി ഗ്രാമത്തിലെ ആദ്യത്തെ പോലീസ് സൂപ്രണ്ടായി മെയ് 31-ന് കേരള പോലീസിൽ നിന്ന് വിരമിച്ച മുൻ കൊച്ചി സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ഷാജു K വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ബാബു P ജോർജ് അധ്യക്ഷനായി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു ഷാജു K വർഗീസിന് വായനശാലയുടെ ഗോൾഡൻ മെമ്പർഷിപ്പ് നൽകി. ഗ്രാമീണ വായനശാല അംഗങ്ങളിൽ SSLC+2 പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ഷാജു K വർഗീസ്, ആനു വിനു എന്നിവർ മൊമെന്റോ നൽകി അനുമോദിച്ചു. വാർഷിക യോഗത്തിൽ സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ PS വിനു കണക്കവതരണം നടത്തി. 2024-25 വർഷത്തെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ബാബു P ജോർജ്, സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ്, ട്രഷറർ PS വിനു, പ്രോഗ്രാം കൺവീനർ PK സന്ദീപ് തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. PK മോഹൻദാസ് സ്വാഗതവും CV ഷാബു നന്ദിയും പറഞ്ഞു. പെരുന്നാൾ ദിനത്തിൽ കുലുക്കല്ലൂർ തൂതപ്പുഴയിലെ മപ്പാട്ടുകര തടയണ പ്രദേശത്ത് സഞ്ചാരികളുടെ വൻ തിരക്ക് അനുഭവപ്പെട്ടു. പെരുന്നാളിനോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ കുൽക്കല്ലൂർ തൂതപ്പുഴയിലെ മപ്പാട്ടുകര തടയണ പ്രദേശത്തേക്ക് നിരവധി പേരാണ് ഒഴുകിയെത്തിയത്. തൂതപ്പുഴയുടെ മനോഹരിത നുകരാനായി ഒഴിവുവേളകളിലെല്ലാം നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. തൂതപ്പുഴയിലെ മപ്പാട്ടുകര തടയണയിൽ കുളിക്കാനും മറ്റുമായി നിരവധി ആളുകൾ നേരത്തെയും ഇവിടെ എത്താറുണ്ട്. വേനലിൽ തടയണ നിറസമൃദ്ധിയാകുന്ന വേളയിലും ഇരു ജില്ലകളിൽ നിന്നുള്ളവർ പുഴയോരത്തേക്ക് എത്താറുണ്ടായിരുന്നു. സഞ്ചാരികളുടെ പർദീസയായി തൂതപ്പുഴയോരവും ആനക്കൽ പ്രദേശവും ഇതിനകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കുലുക്കല്ലൂർ തൂതപ്പുഴയെയും ആനക്കലിനെയും കോർത്തിണക്കി ടൂറിസം കേന്ദ്രം ആക്കണമെന്ന ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. ഇതിനാവശ്യമായ നടപടികൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരികയാണ്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി MPPM യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വികാരി ഫാദർ ഡിൽജോ ഏരിയാസ് കൂരൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. കുവൈറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്കായി പ്രാർത്ഥനയും നടത്തി. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ പഠനോപകരണങ്ങളുടെ വിതരണം വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ നിർവഹിച്ചു. ട്രസ്റ്റി CU ചെലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സാബൂസ് കറിയാച്ചൻ, സെക്രട്ടറി സ്റ്റിനോ വർഗീസ്, ജോയിന്റ് സെക്രട്ടറിമാരായ അന്ന കൊള്ളനൂർ, ബ്രേറ്റ്ലി P ബാബു, ട്രഷറർ ക്രിസ്റ്റോ ടൈറ്റസ് എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.